അതിശക്തമായ കരിങ്കൽ മലയിൽ നിന്നും അതിമനോഹരമായ ദേവാലയം. പഴയന്നൂർ സെയിന്റ് ഡൊമിനിക് ചർച്ച്. പഴയന്നൂർ ഇടവക ജനത രക്തം വിയർപ്പാക്കി മാറ്റി പണിതുയർത്തിയ ഈ വിയർപ്പിന്റെ പള്ളി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേവാലയങ്ങൾക്കിടയിൽ അത്ഭുതമായി മാറുകയാണ്. തൃശൂരിലെ പഴയന്നൂരിൽ കുടിയേറിയ ക്രൈസ്തവ ജനത തങ്ങളുടെ സാമ്പത്തിക പരിമിതികളെ മറികടന്നത് ദൈവം തന്ന കായികശേഷിയെ ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ടാണ്. തൃശൂർ അതിരൂപതയിലെ 216 ഇടവകപ്പള്ളികളാണ് ഉള്ളത്. അതിൽ കുറേയേറെ പള്ളികൾ ഇപ്പോൾ പുതുക്കി പണിത് കഴിഞ്ഞു. എന്നാൽ വളരെ വ്യത്യസ്തതയോടുകൂടെ പുതുക്കി നിർമ്മിച്ച ഒരു ഇടവകപ്പള്ളിയാണ് പഴയന്നൂർ സെൻറ്റ് ഡൊമിനിക്സിൻ്റെ ഇടവക ദേവാലയം. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി പഴയന്നൂർ ഭാഗത്തേക്ക് കുടിയേറിയ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഏതാണ്ട് 200ഓളം വരും. അവർക്കൊരു ഇടവക ദേവാലയം സാധ്യമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സഭയുടെ ഒരു ഗുണകാംക്ഷിയും ഉപകാരിയുമായ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സഹോദരൻ പണിതു കൊടുത്ത ഒരു പള്ളിയാണ് സെൻറ്റ് ഡൊമിനിക്സിൻ്റെ പഴയ പള്ളി. പക്ഷെ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചും കാലാവസ്ഥയുടെ പ്രാതികൂല്യമനുസരിച്ചും ഈ പള്ളി ബലക്ഷയപ്പെടുകയും ആവശ്യങ്ങൾക്ക് പോരാതെ വരികയും ചെയ്തപ്പോഴാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചത്. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖല. ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി തന്നെ കല്ലു മാത്രമായിരുന്നു. അവിടെ ഉള്ള സ്ഥലത്ത് ഒരു കുഞ്ഞു പള്ളിയാണ് പണ്ട് പണിതത്. പക്ഷേ ഇന്ന് പുതിയ പള്ളി നിൽക്കുമ്പോൾ ഇത്രയേറെ സ്ഥലവും ഇത്രയേറെ സൗകര്യങ്ങളും ഈ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഒരുപക്ഷെ ഈ കല്ലിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നൊരു പള്ളിയായിട്ടാണ് ഈ പുതിയ പള്ളിയെ ഞാൻ കാണുന്നത്. കൂർത്തുമൂർത്ത കല്ലുകൾക്കുള്ളിലെ ഈ മനോഹരമായിട്ടുള്ള ദേവാലയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ ദേവാലയം പണിയാൻ അനാവശ്യമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ ആ കല്ലുകൾ കൊണ്ട് ശില്പചാതുര്യമുള്ള ഒരു പള്ളി അവർ പണിതു. ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛൻ അവിടെ വികാരിയായിട്ട് പോകുന്ന ഒരു പശ്ചാത്തലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു വിധത്തിൽ പറഞ്ഞാൽ പഴയന്നൂർക്ക് മാറിപ്പോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അവിടെ ചെന്ന് അദ്ദേഹം പാറ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും തമാശയായിരുന്നു. അപ്പം അച്ഛൻ എന്തിനാ ഈ പാറ പൊട്ടിക്കുന്നത്? അച്ഛൻ ഒറ്റയാൾ പട്ടാളമായിട്ട് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്. എന്തിനാ ഈ പാറ പൊട്ടിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആശയമുണ്ട്, ഇവിടെ ഒരു പള്ളി പണിയണം. വേറെ സമയം കളയാൻ എനിക്ക് പറ്റുകയില്ല, എനിക്ക് വേറെ പണികളൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് അച്ഛൻ കല്ല് പൊട്ടിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കാണ് കല്ല് പൊട്ടിക്കാൻ തുടങ്ങിയത്. പിന്നെ ആളുകൾ കൂടാൻ തുടങ്ങി. ചെറുപ്പക്കാർ, പ്രായം ചെന്നവർ, പ്രത്യേകിച്ച് റബ്ബർ ടാപ്പിംഗ് മേഖലയാണത്. റബ്ബർ ടാപ്പിംഗ് കാലത്ത് കഴിഞ്ഞ് പണിയില്ലാതെ നടക്കുന്ന മനുഷ്യരെല്ലാവരും കൂടെ ഈ കല്ല് പൊട്ടിക്കൽ ഒരു പതിവാക്കി. ഞാൻ പല പ്രാവശ്യം ചെല്ലുമ്പോൾ പള്ളിമുറ്റം മുഴുവൻ മൂത്ത കല്ലുകളാണ്, വലിയ പാറക്കഷ്ണങ്ങൾ. പിന്നെ അദ്ദേഹം ഈ പാറക്കഷ്ണങ്ങളെ മുഴുവൻ ശല്യ രൂപത്തിൽ വെട്ടാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ചോദിച്ചു, അച്ഛാ വീണ്ടും ഇത് പാറകൾ പൊട്ടിക്കുന്നത്? അദ്ദേഹം ഞാൻ പള്ളി പണിയുകയാണ്. പക്ഷേ അവസാനം ഈ പാറകളെല്ലാം പൊട്ടിച്ച് അവസാനം ഈ പള്ളി പണിയാനുള്ള സ്ഥലം അദ്ദേഹം ഉണ്ടാക്കി. ആ കല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹം പള്ളി പണിയുടെ അടിസ്ഥാനം പണിയാൻ തുടങ്ങി. ആ കല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹം മതിൽ കെട്ടാൻ തുടങ്ങി. ആ കല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹം സ്റ്റെപ്പ് കെട്ടാൻ തുടങ്ങി. ആ കല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹം മധുബഹ പണിയാൻ തുടങ്ങി. അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ
അധ്വാനം അനുഗ്രഹമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ദേവാലയം. അപ്പോസ്തലനായ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അത് പടുത്തുയർത്തിയെന്ന്. ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനും ആ ഇടവകയിലെ ആബാലവൃന്ദം ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ പടുത്തുയർത്തിയ ശില്പചാതുര്യമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് പഴയന്നൂരിലെ ഇപ്പോഴത്തെ കൂദാശ ചെയ്യപ്പെട്ട വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഇടവക ദേവാലയം. ഈ പള്ളി പണിതത് കല്ലിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ പള്ളി പണിതിരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. ഈ പള്ളിയിലെ കല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് സിമെൻറ്റിലല്ല, അത് ജനങ്ങളുടെ രക്തത്തിലാണ്. ഈ പള്ളിയുടെ ബലമെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെയും കല്ലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഉറപ്പല്ല, മനുഷ്യൻ്റെ കൂട്ടായ്മയുടെ ബലിഷ്ഠമായ ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ പള്ളിയെ മറ്റ് പല പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. പല പള്ളികളും പണിത് കഴിയുമ്പോൾ പള്ളിയിലെ ജനങ്ങളുടെ വിശ്വാസം കുറയാറ പതിവ്. ഈ പള്ളി മറിച്ച, ഈ പള്ളി ജനങ്ങൾ ഹൃദയത്തിലെ വിശ്വാസം ആറ്റിക്കുറിച്ചതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സ്മാരകമാണ്. സ്വന്തം അധ്വാനം കൊണ്ട് വിശിഷ്ടമായ ദേവാലയ സൃഷ്ടി സാധ്യമായത് ഇടവക വികാരി റവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുറം നൽകിയ മാതൃകാപരമായ നേതൃത്വമാണെന്ന് പഴയന്നൂർ ഇടവക സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുന്നു. പിന്നിൽ നിന്ന് ഭരിക്കുന്നതിനേക്കാൾ മുന്നിൽ നിന്നും നയിക്കുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛൻ എല്ലാ അധ്വാനങ്ങൾക്കും തുടക്കമിടുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രം, ആബേലിന്റെ ബലി പോലെ ഏറ്റവും മനോഹരമായ ഒരു സമർപ്പണമാകണം ഈ ദേവാലയം. പഴയന്നൂർ ഗ്രാമത്തിന്റെ ഐശ്വര്യമായി തലയുയർത്തി നിൽക്കുന്ന സെയിന്റ് ഡൊമിനിക് ചർച്ച് ആത്മീയ കേന്ദ്രമെന്നതിനേക്കാൾ ഒരു നാടിന്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയായി മാറുകയാണ്. കർത്താവ് ഈ ഇടവക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദാനമാണ് എന്ന് സംശയമില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ത്യാഗം ചെയ്തതാണ് ഈ ഇടവകയിൽ ഓരോരുത്തരും ഈ പള്ളി പണിതിരിക്കുന്നത്. സാധാരണ പള്ളികളൊക്കെ അച്ഛന്മാർ പണിയിപ്പിക്കാറുണ്ട്. ഈ പള്ളി പണിത് അച്ഛൻ പണിയിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഫാദർ ജെയ്സൺ തെക്കുംപുറം പള്ളി പണിയുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകത ഇപ്പോൾ പള്ളിക്കോട്ടോ കേരളത്തോടടുത്തുണ്ടാകാത്തൊരു സംഭവമായിരിക്കും ഇത്, ഇതുപോലെ സംഭവം. ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് ഞങ്ങൾക്ക് കിട്ടിയ പള്ളി. കാരണം ഇത്രയും വലിയൊരു പള്ളി പണിയാനുള്ള ആസ്തിയൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരുടെയും സഹകരണവും എല്ലാവരും ഒത്തൊരുമയോടെ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഈ പള്ളി ഞങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. വികാരിയച്ഛനാണ് ഇതിൻ്റെ എല്ലാത്തിനും മുൻപിൽ. പിന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു പള്ളി പണിത് തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അത് ദൈവം എല്ലാം പൂർണ്ണമായി നിർമ്മിക്കാനുള്ള അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് നൽകി. പള്ളിപ്പണി വന്നു കഴിഞ്ഞാൽ പള്ളി രാപ്പളി ഇല്ലാതെ എന്തിനും ഏതിനും അച്ഛൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സഹകരണത്തോടെ കഴിയുന്നതാണ്. പിന്നെ രാപ്പലില്ലാതെയും ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മനോഹരമായൊരു പള്ളി ഞങ്ങൾക്ക് ദൈവം സമ്മാനിച്ചു. ഞങ്ങൾ ഇത്രയും വലിയ പള്ളി പണിയാൻ കഴിഞ്ഞ തന്നെ ഏറ്റവും വലിയ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സഹകരിച്ച അച്ഛനാണ്. എന്ത് കാര്യത്തിനും മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ അച്ഛൻ ഫാദർ ജെയ്സൺ അച്ഛൻ. പിന്നെ ഈ ഇടവകത്തെ എല്ലാ അംഗങ്ങളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛനാണ് മുന്നിട്ടിൽ ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. അതിന് ഞങ്ങളും അച്ഛൻ ആദ്യം ഇറങ്ങി, പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് പണി. ഞങ്ങൾ പിന്നെ വൈകുന്നേരം വന്ന് അധ്വാനിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയാണ് വരിക. വൈകുന്നേരം രാത്രി 10 മണിയാകുമ്പോൾ ഞങ്ങൾ പോവും. ഞങ്ങളുടെ ഈ ദേവാലയം അജപാലക ദൗത്യത്തിൻ്റെ ഒരു ഉത്തമ പ്രതീകമായിട്ട് ഉയർന്നു നിൽക്കുന്നൊരു ദേവാലയമാണ്. അതിന് ഉത്തമ ഉദാഹരണം നിങ്ങൾ കടന്നു വരുന്ന ആ വഴിയിൽ കുരിശിൻ്റെ ചുറ്റുമിരിക്കുന്ന പൂച്ചട്ടികൾ
കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ കഥ പറയുന്നുണ്ട്. ഓരോ പൂച്ചട്ടിയും ഓരോ ഇടവകക്കാരൻ്റെ വീട്ടിലൂടെ കൊടുത്തുവിട്ട് ആ പൂച്ചട്ടി ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് ആണ് അത് കൊടുത്തുവിട്ടത്. അത് കൊടുത്തുവിട്ട് ഓരോ വീട്ടുകാരും ഓരോ ചെടിയും പരിപാലിച്ചുകൊണ്ട് അതിനെ വെഞ്ചരിപ്പിൻ്റെ ദിവസം പള്ളിയുടെ ആ മഹനീയ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചുകൊണ്ട് എല്ലാവരും കാണുകയും ഒരു പൂച്ചെടി തോട്ടം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പൂച്ചെടി തോട്ടം ഓരോ ഇടവകക്കാരൻ്റെയും ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ്. ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിച്ചിട്ടുള്ളതാണ്. പഴയന്നൂരിൻ്റെ ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാമ്പത്തിക ഉറവിടം കണ്ടെത്തുക എന്നത് വളരെ ഭാരിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ ജനങ്ങളുടെ അധ്വാനം കൊണ്ട് പണിയുക എന്ന ആശയമാണ് ഇവരുടെ മുമ്പിലേക്ക് വയ്ക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ എല്ലാവരും ചേർന്ന് അധ്വാനിച്ച് ഈ ദേവാലയം പൂർത്തിയാക്കുക എന്ന ഒരു ചിന്തയാണ് ഞങ്ങളെ നയിച്ചത്. ഓരോ കുടുംബവും 100 പണി വീതം ചെയ്ത് ഈ ദേവാലയ നിർമ്മാണത്തോട് സഹകരിക്കുക എന്നതായിരുന്നു ആശയം. അവരെല്ലാവരും 6 മണിക്കൂർ സമയം പണിയുമ്പോൾ ഒരു പണിയായി കണക്കുകൂട്ടി എല്ലാ വീട്ടുകാരും ഏറ്റവും ത്യാഗത്തോടും സഹകരണത്തോടും കൂടെ അതിനോട് യോജിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 5 കോടിയിലേറെ വിലമതിക്കുന്ന ഈ മനോഹരമായ ദേവാലയം തുലം 1.25 കോടി രൂപയുടെ പണം കൊണ്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. ബാക്കി വന്ന 3.25 കോടി രൂപയുടെയും അധ്വാനമാണ് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. ഈ ഇടവകയെ സംബന്ധിച്ച് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ചെറുകിട കർഷക തൊഴിലാളികളാണ്. അന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ കൃഷിയിടങ്ങളിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വന്നിട്ടാണ് ഈ ദേവാലയ നിർമ്മാണത്തിൽ സഹകരിച്ചു കൊണ്ടിരുന്നത്. അവരുടെ അധ്വാനം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോഴാണ് മനോഹരമായ ഈ ദേവാലയം ഇവിടെ പടുത്തുയർത്താനായിട്ട് സാധിച്ചത്. പഴയന്നൂർ സെയിൻറ്റ് ഡൊമിനിക് ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യമാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകും. നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമുണ്ടായിരിക്കുകയില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ദേവാലയം നിർമ്മിക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു വലിയ മലയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു, ഈ മല ഇവിടെ നിന്ന് മാറി മനോഹരമായ ഒരു ദേവാലയം ഇവിടെ ഉണ്ടാകണമെന്ന്. ഇന്ന് ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ് പഴയന്നൂർ ഇടവകയിലെ ജനങ്ങളിലൂടെ. അവരൊന്നു ചേർന്ന് അധ്വാനിച്ചപ്പോൾ ദൈവം അവരോടുകൂടെ ആയിരുന്ന് വലിയ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് മനോഹരമായ ഈ ദേവാലയം. 1982 പഴയന്നൂർ ഒരു ദേവാലയം ഉണ്ടാവുക. കാഞ്ഞിരപ്പള്ളിയിലെ ജോസഫ് മണ്ണിപ്പറമ്പിൽ എന്ന വ്യക്തിയുടെ മഹാമനസ്കത കൊണ്ടാണ് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. അന്ന് ഈ ഇടവകയിൽ 20-ൽ താഴെ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് 25 വർഷം കൊണ്ട് ഈ ഇടവകയിൽ 200-ലധികം വീടുകളാവുകയും സ്ഥലപരിമിതി ഉണ്ടാവുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പുതിയൊരു ദേവാലയം നിർമ്മിക്കുക എന്ന ആശയം പൊന്തി വന്നു. എല്ലാവരും ചേർന്ന് അധ്വാനിച്ച് പ്രവർത്തിച്ച് മനോഹരമായ ഒരു ദേവാലയം ഉണ്ടാക്കുക എന്ന ചിന്തയാണ്
മുന്നോട്ട് വന്നത്. അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുകയും തീക്ഷ്ണതയോടെ എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഈ ദേവാലയം ഇവിടെ ഞങ്ങൾക്കായി അത്ഭുതകരമായി നൽകുകയായിരുന്നു. പഴയന്നൂർ ഇടവകയുടെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് കുടിയേറി പാർക്കപ്പെട്ടവരാണ് ഇവിടെയുള്ളവർ. അവർ തമ്മിൽ പരസ്പരം അറിയുകയോ പരസ്പരം ബന്ധപ്പെടുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവാലയം നിർമ്മിക്കണമെന്ന ചിന്ത ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായപ്പോൾ ആദ്യം തമ്മിൽ പരിചയപ്പെടുക, ബന്ധപ്പെടുക എന്ന ഒരു ആശയമാണ് മുന്നോട്ട് വന്നത്. ദേവാലയത്തിൻ്റെ പണികൾ എല്ലാവരും ചേർന്ന് ചെയ്യുക, പക്ഷെ പരസ്പരം അറിയില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമായിരുന്നു. എന്നാൽ ഇവിടെയുണ്ടായിരുന്ന പാറ പൊട്ടിച്ച് അതിൽ നിന്ന് തന്നെ മെറ്റലൊക്കെ അടിച്ചുണ്ടാക്കുന്ന ആ സംരംഭത്തിൽ ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒന്നു ചേർന്നപ്പോൾ പരസ്പരം അറിയുവാനും കൂടുതൽ സഹകരിക്കുവാനും അവർക്ക് അവസരമുണ്ടാവുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പരസ്പരം മനസ്സിലാക്കി വന്നപ്പോൾ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമായി ദൈവം മാറ്റിത്തരികയായിരുന്നു. ഒരു ദേവാലയം പണിതു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തി എന്ന് ഉറപ്പിച്ച് പറയാനായി സാധിക്കും പഴയന്നൂർ ഇടവകയെ സംബന്ധിച്ച്. അധ്വാനം അനുഗ്രഹമായി മാറുമ്പോൾ മനുഷ്യൻ ദൈവത്തിനായി പ്രയത്നിക്കുന്നു. ഒരു ദേവാലയ നിർമ്മാണം കുടിയേറിയ ഒരു ജനതയുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും കാരണമാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പൊതുസമൂഹത്തിനിടയിൽ പൊതുവായ ഒരു വിശ്വാസ ശൃംഖല രൂപപ്പെടുകയാണ്. ദേവാലയത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അവിദഗ്ധരായ ഇടവക ജനത മുഖ്യ പങ്ക് വഹിക്കുമ്പോൾ ഇടവക സമൂഹം മുഴുവൻ ഒരു കുടുംബമായി മാറുന്നു. സ്വന്തം സമയത്തിൻ്റെയും കഴിവിൻ്റെയും ഒരു വലിയ പങ്ക് നീക്കിവെക്കുന്ന ഈ സമൂഹത്തിലെ അബാലവൃദ്ധ ജനങ്ങളും തങ്ങളാലാവുന്ന എല്ലാ ശാരീരിക സഹായങ്ങളും ഈ വിയർപ്പിൻ്റെ പള്ളി നിർമ്മാണത്തിന് ചിലവഴിക്കുമ്പോൾ പുതുതലമുറയ്ക്ക് നിസ്വാർത്ഥമായ അധ്വാനത്തിൻ്റെ പുതുപാഠങ്ങൾ നൽകുകയാണ്. അധ്വാനത്തിൻ്റെ കൃത്യമായ ഉപയോഗം അധ്വാനശീലരായ ഒരു സമൂഹവും തലമുറകളും ജനിക്കാൻ കാരണമാകുന്നു. പഴയന്നൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിലാളന ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്ര മനോഹരമായൊരു ദേവാലയം തീർക്കാനായത്. വെറും 5 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ മൂലധനമായി കയ്യിലുണ്ടായിരുന്നത്. ഈ ഇടവകയിലെ ആരും തന്നെ വിദഗ്ധരായ തൊഴിലാളികളായിരുന്നില്ല. പണിയെടുത്താണ് ഞങ്ങൾ പണി ചെയ്യാനായിട്ട് പഠിച്ചത്. ഈ ദേവാലയത്തിന് വേണ്ടതായ മെറ്റൽ മുഴുവൻ അടിച്ചുണ്ടാക്കിയത് ഈ ഇടവക ജനങ്ങളാണ്. രാത്രിയിൽ ഞങ്ങളുടെ പുരുഷന്മാർ അധ്വാനം കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിയിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടതായ കല്ലുകൾ ചെറുതാക്കി പൊട്ടിച്ച് ഇടും. സ്ത്രീകൾ രാവിലെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് വന്ന് പകൽ മുഴുവൻ മെറ്റലടിച്ച് അതിന് വേണ്ടതായ മെറ്റലെല്ലാം ഉണ്ടാക്കി. സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താനാവാതെ ഞങ്ങൾ വിഷമിച്ച് ഒരുപാട് സമയമുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഇടയിലെ അമ്മമാർ അല്ലെങ്കിൽ വനിതകൾ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. രാത്രിയിൽ ഞങ്ങളുടെ പുരുഷന്മാർ ഇവിടെ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളുടെ അമ്മമാർ രാത്രിയുടെ യാമങ്ങളിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയാണ് ഇന്ന് ദേവാലയമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ഇടവക്കാരും കൂടി ഭക്ഷണം കൊണ്ടുവരും ഓരോ ദിവസവും. അത് ഞങ്ങൾ കാപ്പി കുടിച്ച് കഴിയുമ്പം അരി അടുപ്പത്തിട്ട് കറികളൊക്കെ ആക്കി ഇവിടെ തന്നെ എല്ലാവരും അച്ഛനൊപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും. സഹകരണമാണ് ഞങ്ങൾക്ക്
ഈ പള്ളിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാ പണികൾക്കും എല്ലാ യൂണിറ്റിൽ നിന്നും ആൾക്കാർ വരും, പണിയെടുക്കും. 11:30 ആകുമ്പോൾ ഞങ്ങൾ പണി നിർത്തി വീട്ടിൽ പോകും. ഞങ്ങൾ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു പുതിയൊരു ദേവാലയത്തെപ്പറ്റി. പുതിയ ദേവാലയത്തിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങളിൽ നാമ്പെടുത്ത സമയം മുതൽ ഞങ്ങൾ അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. വരുന്ന വികാരിയച്ചന്മാരുടെ എല്ലാ പ്രചോദനങ്ങളും ഞങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു ദേവാലയം നിർമ്മിക്കാനായിട്ട് ഉള്ളൊരു ഒരുക്കത്തിലായിരുന്നു 10-20 വർഷത്തോളമായി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. അതിനുശേഷം ദൈവാനുഗ്രഹത്തിൽ ജെയ്സൺ തെക്കുംപുറം ഞങ്ങളുടെ ഇടവകയിൽ വരികയും അച്ഛൻ്റെ ആത്മവിശ്വാസവും പ്രാർത്ഥനാ മനോഭാവവും ഞങ്ങളിൽ പുതിയൊരു ജീവൻ ഉണർത്തുകയും ചെയ്തു. പുതിയൊരു ദേവാലയത്തിലേക്കുള്ളൊരു സ്വപ്നം ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ പഴയ ദേവാലയത്തിൻ്റെ പുറകിലുള്ള വലിയ പാറക്കെട്ടിലായിരുന്നു. ആ പാറക്കെട്ടിലെ പുതിയ ദേവാലയത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഉണരുമായിരുന്നു. ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നത് ദേവാലയത്തിൻ്റെ പ്രാർത്ഥനയും പുതിയ ദേവാലയത്തിൻ്റെ സ്വപ്നങ്ങളും കൂടെ കൊണ്ടായിരുന്നു. അച്ഛനോടുകൂടെ ഞങ്ങൾ അണിചേർന്നപ്പോൾ ഒരുപാട് യുവജനങ്ങളും ഞങ്ങൾ ഇടവകയിൽ എല്ലാവരും ഒന്ന് ചേർന്ന് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പണികളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു. പാറ പൊട്ടിക്കുന്നതിലും സിമൻറ്റ് കൂട്ടുന്നതിലും കല്ലുകൾ കൂട്ടി വയ്ക്കുന്നതിലും എല്ലാ ഇടവക പ്രവർത്തനങ്ങളിലും ഞങ്ങൾ അച്ഛനോടൊപ്പം ചേർന്നു. സ്വപ്നതുല്യമായ ഈ പുതിയ ദേവാലയം ഞങ്ങൾ ഇവിടെ ഇന്ന് കാണുമ്പോൾ ഞങ്ങൾക്കൊരുപാട് ആത്മവിശ്വാസവും അതിലുപരി ദൈവത്തോട് അതിരറ്റ നന്ദിയും ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ വളരെയധികം ഒരു വെളിച്ചമാണ് ഈ ദേവാലയം. ഇന്നും എൻ്റെ മനസ്സിൽ ഈശോ ഈ നമ്മുടെ പള്ളിയിൽ തന്നെ ഉണ്ട്. എപ്പോഴും ഈശോ ഈ ദേവാലയത്തിലുണ്ട്. ഈ 2-2.5 ഏക്കർ സ്ഥലത്ത് എപ്പോഴും ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. ഇവിടെ പാറ പൊളിച്ച് പണിയുമെന്ന് പറയുമ്പോൾ പാറക്കല്ലുകൾ ധാരാളം മാറ്റിയിടേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം എല്ലാ വിഭാഗം ആളുകളും വന്നുകൊണ്ടാണ് അത് മാറ്റി ഇട്ടിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പാറ വെക്കണമെന്നുള്ള അഭിപ്രായം വരികയും ആ അഭിപ്രായത്തോട് യോജിക്കാതെ തന്നെ അത് നമ്മുടെ ഈ പാറ ഇവിടെ നിന്ന് മാറ്റരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ മേഖലയിൽ തന്നെ അത് നിക്ഷേപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അച്ഛനൊരു ആഗ്രഹമായിരുന്നു ഈ പള്ളിപ്പണിയോട് കൂടെ തന്നെ ഒരു വീട് നിർമ്മിക്കുക എന്ന് ആദ്യം തന്നെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. ആ വീട് പണി ഇപ്പോൾ ആരംഭിച്ചിട്ട് ഉണ്ട്, പൂർത്തിയായിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ പള്ളിപ്പണി എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് പണിയുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതോടൊപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവക ദേവാലയത്തിനോട് സാധാരണഗതിയിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന സമീപനം തങ്ങളുടെ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണെന്നിരിക്കെ പഴയന്നൂർ നിവാസികൾക്ക് സെയിൻറ്റ് ഡൊമിനിക് ചർച്ച് തങ്ങളുടെ മജ്ജയും മാംസവും രക്തവുമാണ്. ഈ ദേവാലയത്തിൽ ആചരിക്കുന്ന എന്തും തങ്ങളുടെ സജീവ സാന്നിധ്യത്തിലാകണമെന്ന നിർബന്ധം ഈ ഇടവക സമൂഹത്തിന് ഒന്നടങ്കമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഏതു തരത്തിലുള്ള ഭംഗിയും അഭംഗിയും തങ്ങളുടെ അഭിമാന പ്രശ്നമായി പഴയന്നൂർ ഇടവകക്കാർ കാണുന്നു. മറ്റു ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇല്ലായ്മയുടെ കനത്ത കരിങ്കൽ കോരയിൽ നിന്നും ആത്മീയതയുടെ നിറവാർന്ന ഒരു ദേവാലയം സ്വർഗപിതാവിന് മുമ്പിൽ അത് ഉത്തമമായ സമൂഹബലിയായി മാറുന്നു. ഒരു ഇടവക ജനം അവരുടെ വിശ്വാസത്തോട് കാണിച്ച ആഴമായ അടുപ്പം, അവസാനിക്കാത്ത ഇഷ്ടം, കാരണവന്മാർ നൽകിയ വിശ്വാസത്തോട് കാണിച്ച അഭിമാനബോധം, അതാണ് ഈ ഉയർന്നു നിൽക്കുന്ന പഴയന്നൂർ പള്ളി. അതിൻ്റെ ഓരോ അംശവും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടം കൊണ്ട് മുദ്രിതമാക്കപ്പെട്ടതാണ്. ഈ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ ഇടവകയ്ക്കൊരു വലിയ പള്ളിയല്ല ഉണ്ടായത്. ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിന് വലിയൊരു തറവാട്ട് വീടാണ് ഉണ്ടായത്. ആ ഇടവക മുഴുവൻ ഒരു കുടുംബം. ഈ പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ചിട്ട് ഈ ജനം ഒരു പന്തലിട്ടു, മനോഹരമായിട്ടുള്ളൊരു പന്തൽ. ആ പന്തൽ പൊളിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെയാണ് അവർ വിരുന്ന് കൊടുത്തത്. ആ പന്തലിന് അവർ വിളിച്ച പേര് സൗഹൃദ പന്തലെന്നാണ്. ഒരു വീട്ടിൽ നിന്ന് 2 ഓല, ആ ഓല മെടയാൻ അറിയുന്ന ആളുകൾ,
കാരണം ഒരു പന്തലിടാനായിട്ട് ആലോചിച്ചപ്പോൾ എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് 50,000 60,000 1 ലക്ഷം രൂപയൊക്കെ ചോദിച്ചവരുണ്ട്. ഒരു പൈസ ചിലവില്ലാതെ ചില കവുങ്ങിൻ്റെ തടികൾ വെച്ച് നാട്ടിൽ നിന്ന് വെട്ടിയ ഓല മെടഞ്ഞ് സൗഹൃദത്തിൻ്റെ ഒരു പന്തൽ എല്ലാവരും കൂടി ഇട്ടതാണ്. ഈ പന്തലിരുന്നിട്ടാണ് കുദാശ കഴിഞ്ഞിട്ടുള്ള സൗഹൃദ ഭക്ഷണം. ഒരുപക്ഷെ ആ സൗഹൃദ ഭക്ഷണം കഴിച്ച ആളുകൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഈ സൗഹൃദ ഭക്ഷണം അതല്ലേ പരിശുദ്ധ കുർബാന തന്നെ. മനുഷ്യർ പരസ്പരം എല്ലാം മറന്ന് ഒരു കുടുംബമാകുന്ന ഒരു അപ്പത്തിൻ്റെ ചുറ്റി ഇരിക്കുന്നതാണ് കുർബാന. പഴയന്നൂർ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയൊക്കെ ഈ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയുടെ വിരുന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജെയ്സൺ അച്ഛനെ ഒരുപാട് അഭിനന്ദിക്കുന്നു. ഒരു പള്ളിയിൽ നിന്നും ഒരു പൈസ പോയി പിരിച്ചിട്ടില്ല. ഒരു ജനത്തിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധത്തിൻ്റെ പേരിലും സമ്മർദ്ദത്തിൻ്റെ പേരിലും ഒരു പൈസ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല. ഇഷ്ടമുള്ളവൻ കൊടുത്തു പണമായിട്ട്. ഇഷ്ടമുള്ള എല്ലാവരും കൂടെ ചേർന്ന് പടുത്തുയർത്തി പണിയായിട്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിലുള്ള ആനന്ദവും അഭിമാനവും അത് കൗദാശികമായിട്ട് ഉയർത്തപ്പെട്ട ഒരു വലിയ ഓർമ്മയുടെ കൊട്ടാരമാണ് പഴയന്നൂർ പള്ളി. എൻ്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ ജെയ്സൺ അച്ഛന് കൈ കൊടുക്കാൻ ഞാൻ ഷെയ്ക്കൻഡ് പിടിച്ചപ്പോൾ ആ കൈയിൻ്റെ അകത്ത് കൂർത്തുമൂർത്ത തയമ്പിൻ്റെ പ്രാകൃതമായിട്ടുള്ള ശരം പോലുള്ള അരം പോലുള്ള ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ തടവിയപ്പോൾ ഞാൻ ജെയ്സൺ അച്ഛനോട് പറഞ്ഞു, ഈ കയ്യിലെ അഭിനന്ദനത്തിൻ്റെ ഷെയ്ക്കിൻ്റെ തരാൻ എനിക്ക് അഭിമാനമുണ്ട്. വെറുതെ വാക്കുകൊണ്ട് പണിതൊരു പള്ളിയല്ല, അധ്വാനം കൊണ്ട് അനുഗ്രഹമാക്കി പണിതൊരു പള്ളിയാണ്. അഭിനന്ദനങ്ങൾ. ഇത് മറ്റെല്ലാ ഇടവകൾക്കും മാതൃകയാണ്. എല്ലാവരും ഈ പാഠം കണ്ടു പഠിക്കേണ്ടതാണ്. എല്ലാവരും അനുകരിക്കേണ്ടതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.